തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ഭക്ഷ്യവിഷബാധ. തിരുവനന്തപുരം മണക്കാട് മലബാർ സൈത്തോൺ റെസ്റ്റോറൻറ്റിന് നേരെയാണ് ആക്ഷേപം. ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറുവേദനയെ തുടർന്ന് കുട്ടികളടക്കം 30ഓളം പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എനിക്ക് പുറകിൽ കാണുന്ന മലബാർ ടൂട്ടൺ എന്ന ഈ ഹോട്ടലിൽ നിന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ബാധിച്ചിരിക്കുന്നതെന്നാണ് ആരോപണമുയരുന്നത്. നേരിട്ടും ഓൺലൈനിലായും ഭക്ഷണം വരുത്തി കഴിച്ചവരാണ് ഇപ്പോൾ ഛർദിലും വയറുവേദനയും അടക്കം അസുഖം ബാധിച്ചിരിക്കുന്നത്. കുട്ടികളടക്കം 30ഓളം പേരാണ് നഗരത്തിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പാപ്പനംകോട് സ്വദേശി അജിത്തും കുടുംബവും ഹോട്ടലിലെത്തിയാണ് ഭക്ഷണം കഴിച്ചത്. ശനിയാഴ്ച വെളുപ്പിനോട്ട് ഫസ്റ്റ് മോനാണ് ആദ്യമായിട്ട് ഛർദിലും വയറ്റിളൊക്കെ ആയിട്ട് തുടങ്ങിയത്. അത് കഴിഞ്ഞ് വൈഫിനും എനിക്കുമായി. ഇപ്പോൾ 2 ദിവസം കൊണ്ട് കുഞ്ഞ് നല്ല ക്ഷീണമാണ്, എണീച്ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ ഈ ട്രിപ്പിട്ടിന് ശേഷമാണ് ആളെത്തി കുറച്ച് കണ തുറന്നിരിക്കുന്നത് പോലും. ഹെൽത്തിൽ അറിയിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലും ഇതേ സ്ഥലത്ത് നിന്ന് വാങ്ങിയ ഫുഡിൽ പ്രശ്നമുണ്ടായി. അതും ഹെൽത്തിൽ നിന്ന് അറിഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പം അതേശം അതാണെന്ന് ഉറപ്പായി. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നല്ല വൊമിറ്റിങ്ങും ലൂസ് മോഷനും ഒക്കെ ആയിരുന്നു. ഒരുപാട് പാടുപെട്ടു കുഞ്ഞ്. ഫസ്റ്റ് കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പോഴേ മരുന്നെല്ലാം തന്നു. പിന്നീട് എണീറ്റിരിക്കാനോ ആഹാരം കഴിക്കാനോ ഒന്നും വയ്യ. അങ്ങനെയാണ് വീണ്ടും വന്നത് ആശുപത്രിയിൽ. മേലാങ്കോട് സ്വദേശി വിദ്യാദേവി ആകട്ടെ ഓൺലൈനിലാണ് ഭക്ഷണം വരുത്തിയത്. അതേസമയം എന്തോ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും പരിശോധിക്കുമെന്നാണ് ഹോട്ടൽ ഉടമയുടെ വിശദീകരണം. അതെവിടെയോ വീഴ്ച പറ്റിയിട്ടുണ്ട്, അതെവിടെയാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്. നഗരസഭ ആരോഗ്യ വകുപ്പിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇവർ. ജനം, തിരുവനന്തപുരം.